ഒരു നാടിനെ രക്ഷിക്കാനായിട്ട് ഭൂഗുരുത്വാകർഷണത്തെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് കടലിൽ നിന്നും ഉയർന്നു പൊങ്ങി വന്നിട്ടുള്ളവരാണ് നമ്മുടെ വിജയണ്ണൻ. എന്തിന് നമ്മുടെ ഇന്ത്യയെ രക്ഷിക്കാനായിട്ട് ഒറ്റയ്ക്ക് ഒരു ഫൈറ്റർ ജെറ്റും എടുത്തുകൊണ്ട് പോയി പാകിസ്ഥാനിൽ പോയി ബോംബിട്ട് തിരിച്ചു വന്നയാളാണ് നമ്മുടെ വിജയണ്ണൻ. പക്ഷെ എന്ത് ചെയ്യാം, കേരളത്തിലെ നൻപന്മാരോടും നൻപികളോടും വിജയണ്ണന് യാതൊരു സ്നേഹവുമില്ല. അങ്ങനെ പറയരുത്. അല്ലെങ്കിൽ വിജയണ്ണനെ സംബന്ധിച്ച് കേരളം ഇന്ത്യയിലല്ലായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇന്ത്യ മഹാരാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒറ്റയ്ക്ക് ഫൈറ്റർ ജെറ്റും എടുത്തോണ്ട് പോയി പാകിസ്ഥാനിൽ ചെന്ന് അവിടെ ഇറങ്ങി നടന്നുപോയി അവിടെ ബോംബിട്ട് തിരിച്ച് ആ ഫൈറ്റർ ജെറ്റും എടുത്തോണ്ട് വന്നിട്ട് നമ്മളെയൊക്കെ നോക്കി ഇങ്ങനെ കാണിച്ച് മാസ് കാണിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് വിജയണ്ണൻ. അപ്പോൾ ഇന്ത്യ മഹാരാജ്യത്തെ ഫുള്ളായിട്ട് രക്ഷിക്കാനായിട്ട് ഇറങ്ങിത്തിരിഞ്ഞ ആ വ്യക്തി കേരളത്തെ കണ്ടില്ലെന്ന് നടിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അദ്ദേഹത്തിന് ഒരു പക്ഷേ കേരളം ഇന്ത്യയിലല്ലെന്നായിരിക്കാം വിചാരം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ധാരണ. അതുകൊണ്ടായിരിക്കാം, അല്ലാതെ ചിലപ്പോൾ കേരളത്തിലെ നൻപന്മാരോടും നൻപികളോടും സ്നേഹം ഇല്ലാഞ്ഞിട്ടല്ലായിരിക്കാം അല്ലേ. കേരളത്തിൽ തമിഴക വെട്രിക്കഴകം TVK തുടങ്ങാൻ ആഗ്രഹിക്കുന്ന നൻപന്മാരും നൻപികളും ഒക്കെ ഇത് കാണുന്നുണ്ടല്ലോ അല്ലേ. അന്നേ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞ അണ്ണനെ പൊക്കി അടിച്ച് ഇങ്ങനെ കൊണ്ടു നടക്കുന്ന കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞ പണിക്കരെ നമ്പിനാൽ നമ്പിനവൻ ഉജ്ജ്വലമായിരുന്നു പ്രകടനം. അതും തമിഴക വെട്രിക്കഴകം എന്നാണ് ആ TVK എന്നുള്ളതിന്റെ ഫുൾ ഫോമേ. തമിഴന്മാരുടെ വെട്രിക്കൂട്ടായ്മ. ആ കൂട്ടായ്മ കേരളത്തിൽ തുടങ്ങാൻ കുറെ ആൾക്കാർ ഇങ്ങോട്ട് വെമ്പൽ കൊള്ളുന്ന കണ്ടപ്പോഴേ ഞാൻ ചോദിച്ച അണ്ണനൊക്കെ കൊള്ളാം. അണ്ണനെ സംബന്ധിച്ച് അണ്ണന്റെ നാട് തന്നെയാണ് വലുത്. തമിഴന്മാർ, തമിഴന്റെ രക്തമാണെന്ന് പറഞ്ഞ് നടക്കുന്ന ആളാണ് ഈ അണ്ണൻ എന്ന് പറഞ്ഞ വ്യക്തി. അപ്പൊ ആ അണ്ണനോട് മുല്ലപ്പെരിയാർ വിഷയത്തെക്കുറിച്ച് ഒന്ന് ചോദിച്ചു നോക്കൂന്ന് ഞാൻ അന്നേ പറഞ്ഞതാ. കറക്റ്റ് അതുപോലെ തന്നെ സംഭവിച്ചു. നിങ്ങൾ നേരെ തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് നമ്മുടെ നാട്ടില് ലാലേട്ടനോ മമ്മൂക്കയോ ഇവർ ഇവിടുത്തെ ഒരു മുഖ്യമന്ത്രിയാണെന്നൊന്ന് കൂട്ടിക്കേ. അപ്പൊ ഇവര് ഈ മുല്ലപ്പെരിയാർ പണിയാനായിട്ട് അങ്ങോട്ട് തീരുമാനിച്ചെന്ന് കൂട്ടിക്കേ. തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഒരു സിനിമ തമിഴ്നാട്ടിൽ റിലീസ് ചെയ്യാൻ പോലും അവന്മാർ സമ്മതിക്കത്തില്ല, അറിയാവോ. അതേസമയം വിജയുടെ ഇനി അടുത്തൊരു സിനിമ ഇറങ്ങുമെന്ന് വെച്ചു. ഇനി ജനനായകൻ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങുമല്ലോ എന്ന് എനിക്കറിയത്തില്ല. ഇറങ്ങുവാണെന്ന് തന്നെ കൂട്ടിക്കോ. ഇറങ്ങിയാൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിക്കൊടുക്കുന്ന ആരായിരിക്കും അറിയോ? നമ്മൾ മലയാളികൾ. അണ്ണാ വരൂ, അണ്ണനെ ഇന്ന് ജയും വിളിച്ചോണ്ട് ഇങ്ങനെ പോയി നിൽക്കും. അതേസമയം നേരെ തിരിച്ചാണെന്നുണ്ടെങ്കിൽ അവന്മാർ അവിടെ റിലീസ് പോലും ചെയ്യിക്കത്തില്ല. അതാണ് തമിഴന്മാരുടെ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ. എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഈ തമിഴന്മാർ ഒറ്റക്കെട്ട. പണ്ട് ഇതുപോലെ ജല്ലിക്കെട്ട് നിരോധനം എന്നും പറഞ്ഞുകൊണ്ട് ഒരു കോടതിയുടെ ഒരു വിധിയോ മറ്റോ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരെല്ലാവരും ഒന്നിച്ചു കൂടിയിട്ട് അന്നേരം വിജയൊക്കെ മുമ്പിലായിരുന്നു ജല്ലിക്കെട്ട് നിരോധിക്കാൻ പാടില്ലെന്ന്. ജല്ലിക്കെട്ട് എന്ന് പറഞ്ഞാൽ തന്നെ അപകടം പിടിച്ച ഇതുപോലെ ഒരു കളി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ സംശയമാണ്. അമ്മാതിരി അപകടം പിടിച്ച പരിപാടിയാണ്. ഇപ്പോൾ കാള വന്ന് കുത്തി കീറി കുടലും എല്ലാം വെളി വരുന്ന അതുപോലത്തെ കളിയാണ്. എത്ര മരണങ്ങളാണ് ഉണ്ടാകുന്നത്. പക്ഷേ അത് നിരോധിക്കാൻ പാടില്ല എന്ന് തമിഴന്മാരെല്ലാവരും കൂടെ ഒന്നിച്ച് അങ്ങ് തീരുമാനിച്ചു. വിജയണ്ണനും എല്ലാവരും മുമ്പിൽ നിന്നു. അത് നിന്നോട്ടെ, അതിനകത്തൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ മുല്ലപ്പെരിയാർ വിഷയത്തിൽ ആരൊക്കെ എത്ര പേര് ഒന്നിച്ച് നിൽക്കും? നമ്മുടെ നാട്ടുകാർ ഒന്നിച്ച് നിൽക്കുമോ? അപ്പോൾ വിജയണ്ണൻ്റെ മക്കളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക്. അങ്ങേർക്ക് തമിഴ്നാട് കഴിഞ്ഞിട്ടേ ഉള്ളൂ. നിങ്ങൾ നൻപന്മാരും നൻപികളും ഇവിടെ ഉണ്ടെന്നുള്ള കാര്യമൊന്നും അങ്ങേര് ഗൗനിക്കുന്നില്ല.